ദ ഹിന്ദു ദിനപത്രത്തിന് PR ഏജൻസി നൽകിയ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പ്രമുഖ വ്യക്തികളാണ് വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ വിവാദ ഭാഗം PR ഏജൻസി എഴുതി നൽകിയതെന്നായിരുന്നു ദ ഹിന്ദു ദിനപത്രം വിശദീകരിച്ചത്. എന്നാൽ PR ഏജൻസിക്ക് ഈ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പേരാണ് ഇത് എഴുതി നൽകിയത്. ഒരാൾ വിവരങ്ങൾ നൽകുകയും മറ്റേയാൾ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത PR ഏജൻസിക്ക് അയക്കുകയുമായിരുന്നു. കെയ്സൺ എന്ന PR ഏജൻസി അത് ദ ഹിന്ദു പത്രത്തിന് നൽകിയെന്നുമാണ് റിപ്പോർട്ട്. ഇതുകൂടാതെ സെപ്റ്റംബർ 13-ന് ഈ PR ഏജൻസി ദേശീയ മാധ്യമങ്ങൾക്ക് റിലീസുകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും ഹവാല ഇടപാടിനെക്കുറിച്ചും മലപ്പുറത്തിനെ മുദ്രകുത്തിക്കൊണ്ടാണ് ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. സെപ്റ്റംബർ 21-ലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയായിരുന്നു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പണം കേരളത്തിലേക്ക് എത്തുന്നത് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണെന്ന ഭാഗമാണ് ഇവർ എഴുതി നൽകിയതെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. സെപ്റ്റംബർ 21-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകളാണ്. എന്നാൽ റിലീസുകളിൽ കരിപ്പൂർ എന്നല്ല മലപ്പുറം എന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ലയെ ലക്ഷ്യം വെച്ചാണ് ഈ ഗൂഢനീക്കമെന്നാണ് റിലീസുകളിൽ നിന്ന് വ്യക്തമാവുക. BJP ഉയർത്തുന്ന ആരോപണങ്ങളിലെ സമാനമായ ഭാഗങ്ങൾ ഈ റിലീസിന്റെ ഭാഗമായി വന്നിരിക്കുന്നുവെന്നും കാണാം. സെപ്റ്റംബർ 29-ന് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വലിയ വിവാദമായിരുന്നു. ഈ ഭാഗം ഉയർത്തി PV അൻവർ രംഗത്തെത്തിയതോടെ ഹിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തയച്ചു. ഇതോടെ തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ച ഹിന്ദു ദിനപത്രം രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളല്ല, പകരം കെയ്സൺ എന്ന PR കമ്പനി എഴുതി നൽകിയ ഭാഗമാണ് മലപ്പുറം പരാമർശമെന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കി. താൻ പറയാത്ത കാര്യങ്ങളാണ് ഹിന്ദു അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു.